അവളെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് ഇവിടെ വന്നപ്പോ ഞാൻ അവളോട് ചോദിച്ചേ ഈ മെനയെന്നോ. അപ്പൊ അവളുടെ സങ്കടം എന്ന് പറയണത് അവൾക്കിപ്പോ 44 വയസ്സായി. ഇപ്പൊ അവളുടെ രണ്ടാമത്തെ കല്യാണത്തിന് ഒക്കണം, അതാണ് സംഭവം. അപ്പൊ ആദ്യം അവൾ എഴുതിയിരിക്കണത് അതല്ല എഴുതിയിരിക്കണത്. ഞാൻ ചോദിച്ചപ്പോഴാണ് അത് അവള് പറയണത്. അവിടെ എഴുതിയിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആളെ തിരിച്ചു കിട്ടാനാണ് എഴുതിയിരിക്കണത് അതിൻ്റെ അകത്ത്. അപ്പൊ അത് ഞാൻ വായിച്ചപ്പോ ഞാൻ ചോദിച്ച്, നീയല്ലേ ഉപേക്ഷിച്ചത്? അപ്പൊ അവള് പറഞ്ഞ അവള് തലാട്ടി അവളാണ് ഉപേക്ഷിച്ചത്. ഇപ്പൊ എന്ത് പറയണേ, അന്നത്തെ ഒരു രക്തത്തിളപ്പിന് വേണ്ടി വാശിയും വൈരാഗ്യവും മത്സരവും കാണിച്ച് ഉപേക്ഷിച്ചതാണ്. ഇപ്പൊ അമ്മയും മരിച്ച് അവളെ തങ്ങിക്കൊണ്ടിരുന്ന ആങ്ങളെ കെട്ടി, ആങ്ങളക്ക് പിള്ളേരൊക്കെ ഇപ്പൊ ഇവളെ അവിടുന്ന് വേണ്ടാച്ചിരക്കാക്കി മാറ്റി. അമ്മയും ചത്ത്, ഇവളെ സപ്പോർട്ട് ചെയ്ത് അപ്പനും ചത്ത്. ഇപ്പൊ ആരും ഇല്ല. അതാണ് എന്റെ വിഷയം എന്നത്. പെൺപിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഈ അബദ്ധം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കും, എനിക്ക് ജോലി ഉണ്ടല്ലോ എന്ന് പറയും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയും. നിങ്ങൾക്കത് ഇപ്പോഴത്തെ ചൂടിനങ്ങനെ പറയണാണ്. ഒരാട്ടിയ വഴക്കി എടുക്കണായിരിക്കും എപ്പോഴും ബുദ്ധി പൂർവ്വം പറയുന്നത്. അത് പെണ്ണായാലും ആണായാലും നിങ്ങൾ അതിനെ പെട്ടെന്ന് നമുക്ക് എടുത്ത് കളയാൻ തോന്നും. പക്ഷെ ഇത് ലോങ് ടേം ഓഫർ. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഇത് പറയണത്. നിങ്ങൾ ഒരാളല്ലേ കെട്ടിയുള്ളൂ, ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഇത് പറയണത്. ഒരാളെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ കുറച്ച് സഹിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് പറയണത്. കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഒരു അമ്മ വന്ന്, ഇപ്പൊ അമ്മയുടെ മകള് 3 കിട്ടി. മൂന്നാമത്തെ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ചില ആൾക്കാർ ഈ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റെക്കീപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകണം, നിങ്ങളുടെ മകളുടെ കയ്യിലാണ് കുഴപ്പമിരിക്കണമെന്ന്. അവളല്ലേ അതെ. പക്ഷെ എന്തായാലും അവർ കടിച്ചേ പിടിച്ചതെന്ന് പറഞ്ഞ് ഈ മകളുടെ കൂടെ നിൽക്കത്തുള്ളൂ. പല മാതാപിതാക്കന്മാർ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ, ഈ കൗൺസിലിംഗ് ജീവിതത്തിലെ. അതായത് ഇവൾ തന്നെയാണ് ഈ മാതാപിതാക്കന്മാർ ഈ മക്കളെ ഈ ഭർത്താവിനെ എല്ലാം ഇട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കണതും 2 കൊല്ലം കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കും. പക്ഷെ എന്നാലും ഈ മാതാപിതാക്കന്മാര് ഇവളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഇതിന്റെ പിന്നില് ഭിന്നിച്ച് ജീവിക്കുന്നതിന്റെ പിന്നിലെല്ലാം മാതാപിതാക്കന്മാർ വിചാരിച്ച സെറ്റ് ചെയ്തെടുക്കുക. ഒരു 30% സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി എന്തുമാത്രമാണെന്ന് അറിയില്ല. 30% മാതാപിതാക്കന്മാരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. കാര്യം ഇവളുടെ കയ്യിൽ ഒരു തുറുപ്പുണ്ട്. എന്താ സാധനം, നിങ്ങൾ എന്നെ തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അവളൊന്നും ആത്മഹത്യ ചെയ്യാൻ പോണില്ല. പക്ഷെ എന്നാൽ ഇത് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ തന്നെ ഉറച്ചു നിൽക്കും. ഈ ആള് ഉടമ്പടിയുമായിട്ട് എന്തുമാത്രം യോജിച്ചു പോകുമെന്ന് അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാല് ദൈവത്തോട് നീ ഒരു കാലത്ത് ചെയ്ത ഉടമ്പടി നീ തന്നെ നിന്റെ തന്നെ ഇഷ്ടം തോന്നിവാസവും തണ്ട് രോഗവും, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തണ്ട് രോഗം കൊണ്ട് നീ ഉടച്ചു കളഞ്ഞാണ് ഉടമ്പടി. അത് നീ തിരിച്ചെടുക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ നിന്നാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചു വന്ന് ആ ഉടമ്പടി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൺപിള്ളേര് ഇങ്ങനെ ഭ്രാന്തന്മാരായിട്ട് നടക്കണുണ്ടേ, ഒത്തിരി ആൺപിള്ളേര്. പക്ഷെ പെൺപിള്ളേർക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കണത്, നിങ്ങളെ പെൺപിള്ളേർ എന്നെ കുറ്റം പറയുകയൊന്നും ചെയ്യരുത്, ഞാൻ ദിവസം കാണുന്നവർ കാണിച്ചു. പെൺപിള്ളേർ പലപ്പോഴും സാഡിസ്റ്റുകളാണ്. സാഡിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവർ ദുഃഖിക്കുന്നതിൽ അവർക്കൊരു വിഷമമില്ല. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള സത്യമാണ്. അവർ വിഷമിക്കുന്നവര് മറ്റുള്ളവർ അങ്ങനെ തന്നെ വേണം. ഒന്നും ചെയ്തില്ല, എന്താണ്ടി അയാളെ ചെയ്തത് അത് പറയുമ്പോൾ ബബാ ജപജപയൊക്കെ പറയും. പക്ഷെ ഉള്ളിൽ സാഡിസം സൂക്ഷിച്ചുകളാണ്. അത് ക്രൂര വിനോദം പോലെയാണ്. ചില ആൾക്കാർക്ക് ക്രൂര വിനോദം പോലെയാണ് മറ്റുള്ളവർ സങ്കടപ്പെട്ട് കാണുന്നതൊക്കെ. ഇങ്ങനെ ക്രൂര വിനോദക്കാർക്ക് ഉടമ്പടി എന്തുമാത്രം വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ക്രൂര വിനോദം മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വിഷമമുള്ളവരാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പ് കൈനീട്ടിലേക്ക് സമയം കുറവാണ്. കാര്യം ദൈവം ഒരു സമയം തരും. ഒരു 40-44 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുരന്തം ആരംഭിക്കും. അതൊക്കെ മുമ്പ് നിങ്ങൾ പട്ടാങ്ങി പറഞ്ഞ് ഇതൊരു ഒത്തുതീർപ്പ് എത്തണമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ദൈവം തന്നെ നമുക്ക് കാലത്തിലൂടെ പണി തരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കണത്,
നമ്മൾ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞാലും, എത്ര